പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ദൈവത്തിൻ്റെ രാജകീയ പുരോഹിതന്മാരാക്കി നമ്മളെ ദേശത്താക്കി വയ്ക്കുകയും ദൈവത്തിൻ്റെ മഹത്വമുള്ള പ്രവൃത്തികൾ മുഖാന്തരം നമ്മുടെ വെളിച്ചം ദേശത്തേക്ക് പ്രകാശിക്കുവാനിടയാകണം എന്നുള്ള വചനത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. അങ്ങനെ ദേശത്തിൻ്റെ കാവൽക്കാരാക്കി നമ്മെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ദേശത്തെ ന്യായവിധിയിൽ ഒഴിവാക്കുവാൻ വേണ്ടി നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാരാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുണ്ടായി. അപ്പോൾ ശിഷ്യന്മാരെ ദൈവം വിളിച്ച് വേർതിരിച്ചു. ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയും യേശു എന്താണ് അവർക്ക് കൊടുത്തേച്ച് പോയത് എന്നാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ കൂടി ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ചിന്തിക്കാൻ പോകുന്നത്. യേശു ശിഷ്യന്മാരെ വിട്ട് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവരോട് കൽപ്പിച്ചത്, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണമെന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 24:49 വാക്യം പറയുന്നു. അപ്പോൾ യേശു ശിഷ്യന്മാർക്ക് എന്ത് കൽപ്പനയാണ് കൊടുത്തിട്ട് പോയത്? അവരോട് പറഞ്ഞു, ഉയരത്തിൽ നിന്നൊരു ശക്തി വരുന്നുണ്ട്, അത് നിങ്ങൾ ധരിക്കണം. ആ ശക്തി നിങ്ങൾക്ക് ലഭിക്കുവോളം നിങ്ങൾ നഗരം വിട്ട് പോകരുതെന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 28:18 വാക്യത്തിൽ നാം കാണുന്നു, ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർക്കൊക്കെ യേശു വെളിപ്പെട്ടു, പലർക്കും വെളിപ്പെട്ടു. എന്നാൽ ഒടുവിൽ കർത്താവ് ഈ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്ക്, അവരെയാണ് ദൈവരാജ്യത്തിന് ഫലം കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവർക്ക് ദൈവം കൊടുത്തത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാര കൈമാറ്റമാണ് ദൈവം അവർക്ക് കൊടുത്തത്. കർത്താവ് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടി ഇരിക്കും. എന്നാൽ ഈ ഉയരത്തിൽ പോയിട്ട് ഈ ആത്മാവിനെ പകർന്നു കൊടുത്ത് നിങ്ങളുടെ മേൽ ആത്മാവിൻ്റെ ശക്തി വരും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ആ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഇവർക്ക് ശക്തിയും അധികാരം കൊടുത്തിട്ട് സകല ജാതികളെയും കർത്താവിൻ്റെ ശിഷ്യരാക്കി കൊള്ളുവാൻ ഒരു കൽപ്പന കൊടുത്തിട്ടാണ് പോയത്. അല്ലെങ്കിൽ ഈ സുവിശേഷം സകല സൃഷ്ടികളോടും അറിയിക്കുവാൻ കൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവരിങ്ങനെ അവിടെ കൂടിയിരുന്നു. യേശു അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാവുമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ശക്തിയാണ് സാക്ഷിയാകുവാനും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയും ദൈവം ശിഷ്യന്മാർക്ക് കൈമാറിയത് ശക്തിയും അധികാരവുമാണ്. യേശുവിൻ്റെ സാക്ഷികൾ ആകുക എന്നത് അവരെ ഏൽപ്പിച്ചൊരു ദൗത്യമാണ്. അതിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. മത്തായിയുടെ സുവിശേഷം 12:28 നമ്മൾ കാണുകയുണ്ടായി, യേശു ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അപ്പം ദൈവരാജ്യത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി ശക്തിയും അധികാരം കൊടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ മനുഷ്യരെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ഭൂതാത്മാക്കളും അശുദ്ധാത്മാക്കളും രോഗാത്മാക്കളും അവരെ അധീനമാക്കി വെച്ചിരിക്കുന്ന, അവരെ കഷ്ടപ്പെടുന്ന, ബന്ധനത്തിലാക്കിയിട്ടിരിക്കുന്ന ശക്തികളുണ്ട്. ആ ശക്തിയെ പുറത്താക്കുവാൻ ദൈവം ഇവർക്ക് കൊടുത്തത് ശക്തിയാണ് കൊടുത്തത്. ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത് തന്നെ അശുദ്ധാത്മാക്കളെ പുറത്താക്കിയും രോഗികളെ സൗഖ്യമാക്കിയും മാനസാന്തര പ്രസംഗം പ്രസംഗിച്ചു നോക്കുകയാണ്. മനുഷ്യൻ്റെ ഹൃദയത്തെ കുരുടാക്കി സത്യവും നീതി ന്യായവും എന്തെന്ന് അവർക്ക് മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ കഴിയാതെ അവരുടെ കണ്ണുകളെ ഇരുട്ടാക്കി വെച്ച് അവരെ ബന്ധിച്ചിട്ട് അവർക്ക് രോഗികളായും അറുക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന, അവർക്ക് സ്വാതന്ത്ര്യമില്ലാതെ അവരെ ബാധിച്ചിരിക്കുന്ന ഈ അശുദ്ധാത്മാക്കളിന് അവർക്ക് ബലമായി സ്വാതന്ത്ര്യം കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന വചനങ്ങൾ അവർക്ക് ഗ്രഹിക്കാനും അവരുടെ ഹൃദയം തുറക്കപ്പെടുവാനും മാനസാന്തരത്തിലേക്ക് അവരെ നയിക്കുവാനും കഴിയത്തുള്ളൂ. ദൈവം ഒരു ശിഷ്യനെ ഒരു ദേശത്തേക്ക് അയക്കുമ്പോൾ ആദ്യം ആ ദേശത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാത്താന്യ അധികാരങ്ങളെയും വാഴ്ചകളെയും മനസ്സിലാക്കി അതിനോട് ആത്മയുദ്ധം ചെയ്ത് ജയിച്ച് അതിനെ കീഴടക്കിയെങ്കിൽ മാത്രമേ അവിടെ ദൈവരാജ്യം സ്ഥാപിതമാക്കാൻ കഴിയത്തുള്ളൂ. അതിന് ഈ ലോകത്തിലെ ധനമോ പുറമേ കാണുന്ന കെട്ടിടങ്ങൾ വസ്തുവകളോ
ഏതാനും നന്മ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടോ മാത്രം ഒരു അടിസ്ഥാനം ഇടാൻ കഴിയത്തില്ല. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ നാം ചെയ്യുന്ന ഈ സൽപ്രവൃത്തികളേക്കാൾ കൂടുതൽ സാത്താൻ്റെ രാജ്യവും ഈ പ്രവൃത്തികളൊക്കെ അവിടെ ചെയ്തെന്നിരിക്കും. അപ്പോൾ ഇത് ഈ രണ്ട് രാജ്യവും തമ്മിൽ ചേരാത്തതാണ്. അതുകൊണ്ട് ദൈവരാജ്യം അടിസ്ഥാനമിട്ട് അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് മാത്രം പോരാ. അതിന് വേണ്ടുന്നത് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക എന്ന എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എഫെസ്യ ലേഖനം 6:10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയോട് മാത്രമേ. അപ്പം ദൈവരാജ്യം ഒരു സ്ഥലത്ത് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേന എന്നിവയോട് എന്ത് ചെയ്യണം? അവരോട് യുദ്ധം ചെയ്ത് അവരെ മാറ്റിയിട്ട് വേണം ദൈവരാജ്യത്തെ അവിടെ സ്ഥാപിക്കുവാൻ. അതിന് 14-ാം വാക്യം പറയുന്നത്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. പിന്നെ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വേളം. അപ്പം ഇത്രയും ആയുധങ്ങൾ, ദൈവത്തിൻ്റെ സർവായുധങ്ങളാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ ഒരു ദേശത്തേക്ക് അയക്കുമ്പോൾ ഈ ആയുധങ്ങൾ ധരിച്ചിട്ട് വേണം ആ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിപ്പാൻ. പിന്നെ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥന എന്നത് അത്യാവശ്യമായിട്ട്, അത് സകല പ്രാർത്ഥന, സകല വിധത്തിലുള്ള പ്രാർത്ഥന വേണം, യാചന വേണം, അപേക്ഷ വേണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ജാഗരിക്കണം. എന്നിട്ട് ഈ ആത്മീയ ആയുധങ്ങൾ, ദൈവത്തിൻ്റെ സർവായുധങ്ങൾ ധരിച്ച് ഈ ശക്തികളോട് യുദ്ധം ചെയ്ത് അതിനെ കീഴടക്കിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികളെ, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ നേരത്തെയുള്ള എപ്പിസോഡ് കണ്ടു, നല്ല പ്രവൃത്തികളെ ചെയ്യണം. നമ്മൾ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ ശക്തികൾ നമുക്കെതിരെ വരുന്നത്. അതിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർവായുധവർഗം ധരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയോടുകൂടി ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിന്നെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്തു തീർക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് പഴയ നിയമത്തിൽ കാണാം, ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ പോയ ഒരു വിവരം 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു. ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ അവൻ്റെ ആളുകളുമായി കയറി ചെന്നപ്പോൾ യെബൂസ്യർ പറഞ്ഞു, നിങ്ങൾ സിയോൻ കോട്ട പിടിക്കത്തില്ല. കാരണം ആ കോട്ട അത്ര സ്ട്രോങ് ആയിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളിലുള്ള കുരുടരും മുടന്തരും മതി നിന്നെ എന്ത് ചെയ്യും തടുക്കുവാൻ. അപ്പോൾ അവരുടെ ആൾക്കാരുടെ ശക്തിയല്ല അവിടെ നോക്കിയത്. അവരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ബലഹീനരായ കുരുടരും മുടന്തരും മതി നിന്നെ ശക്തിയാണ്, നീ രാജാവാണെന്നറിയാം, അനേക യുദ്ധങ്ങളെ ചെയ്യുന്നവനറിയാം ആണെന്നൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളെ പിടിച്ചടക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലെന്ന് അവർ പറയുന്നത്. എന്താണ് അവരുടെ വിശ്വാസം? അവർ ഏതിലായിരുന്നു? അവരുടെ കോട്ടയ്ക്കകത്ത് അവരുടെ വിശ്വാസം. കാരണം അവരുടെ കോട്ട അത്ര ഉറപ്പുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ സാത്താൻ കോട്ട കെട്ടി പണിത് ഉറപ്പിച്ച് കാവൽക്കാരെ നിർത്തി രാവും പകലും കാത്തു സൂക്ഷിച്ചും കൊണ്ടാണ് ഒരു പട്ടണത്തെയും അതിലുള്ള നിവാസികളെയും കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പട്ടണത്തെയും അതിലുള്ള നിവാസികളെയും കാത്തു സൂക്ഷിക്കുന്ന ആ കോട്ടയെ തകർത്തിട്ട്, അല്ലെ ആ ഫോർട്രസ്, ആ സ്ട്രോങ് ഹോൾഡ്, അപ്പോൾ നമുക്ക് കാണപ്പെടാവുന്ന കോട്ടയല്ല, യെബൂസ്യരുടെ കോട്ട പോലെ നമുക്ക് കാണുന്ന ചുറ്റുമതിലല്ല ഇത് അന്ധകാര ശക്തികളുടെ കോട്ടകൾ, അതിൻ്റെ സ്ട്രോങ് ഹോൾഡ് കൊണ്ട്, സ്പിരിച്വലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോട്ടകൾ കൊണ്ട് അവിടുത്തെ നിഷ്കണ്ടകന്മാരെ, രാജാക്കന്മാർ, അല്ലെങ്കിൽ ടൈറൻ കിങ്സ് എന്ന് പറയും, ആ സ്ട്രോങ് ഹോൾഡ് കയ്യിൽ നിന്ന് ഈ ജീവിതങ്ങളെ വിടുവിച്ചെടുക്കണമെങ്കിൽ ആത്മീയുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചിട്ട് വേണം ഈ വ്യക്തി ജീവങ്ങളെ വിടുവിച്ചെടുക്കുവാൻ, ആ പട്ടണത്തെ വിടുവിച്ചെടുക്കാൻ. യെശയ്യാവിൻ്റെ പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ബലവാനോട് അവൻ്റെ കവർച്ച എടുത്തു കളയാമോ, നിഷ്കണ്ടൻ്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ എന്ന് ചോദ്യം ചോദിക്കുന്നു. എന്നാൽ യഹോവ ഇപ്രകാരമല്ലേ ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടൻ്റെ കവർച്ചയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കുകയും
നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും, വീഞ്ഞു പോലെ സ്വന്തം രക്തം കുടിച്ച അവർക്ക് ലഹരി പിടിക്കും. യഹോവയായ ഞാൻ നിൻ്റെ രക്ഷിതാവും യാക്കോബിൻ്റെ വീരൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനോ ആവുന്ന സകല ജഡവും അറിയാം. അപ്പോൾ ആരാണ് അവിടെ യുദ്ധം ചെയ്യുന്നത്? നമുക്ക് ഈ സ്ട്രോങ് ഹോൾഡിനോട് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആര് നമുക്ക് വേണ്ടി യുദ്ധത്തിന് വരും? ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി. ഞാൻ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും ബദ്ധന്മാരെ വിടുവിച്ചു തരും, കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്ന് കവർച്ച എന്ത് ചെയ്യും? വിടുവിച്ചു തരാമെന്ന് ഈ വചനം പറയുന്നു. അപ്പോൾ ഇവിടെ ദാവീദും അവരുടെ സൈന്യവും ഈ കോട്ട പിടിക്കാൻ ചെന്നപ്പോൾ അതിനകത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്ന കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി. അപ്പോൾ ആരാണ് ഈ യുദ്ധം ചെയ്തത്? സൈന്യങ്ങളുടെ അധിപനായ ദൈവം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയും ഈ സർവായുധവർഗവും നമുക്ക് ധരിച്ച് ആ യുദ്ധം ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഈ ബന്ധനത്തിൽ കിടക്കുന്ന ഈ ബദ്ധന്മാരുടെ കയ്യിൽ കിടക്കുന്ന ജീവിതങ്ങളെ വിടുവിച്ച് അവരെ സ്വതന്ത്രരാക്കി എടുക്കുവാൻ കഴിയത്തുള്ളൂ. അതുപോലെ ആ പട്ടണത്തെ നമുക്ക് വിടുവിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ഒന്നാമത് പട്ടണം കാക്കുന്ന ബലവാനെ എന്ത് ചെയ്യണം? പിടിച്ചു കെട്ടണം. ദാവീദ് അവിടെ യുദ്ധം ചെയ്ത് ആ കോട്ട പിടിച്ചെടുത്തു. കാരണം അതിൻ്റെ 5:6 വാക്യം പറയുന്നു, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അപ്പം ദാവീദിൻ്റെ മേൽ രാജാഭിഷേകമുണ്ട്. ദാവീദ് അറിയാം എങ്ങനെ യുദ്ധം ചെയ്യണം. ആത്മാവിൻ്റെ ബുദ്ധിയും ജ്ഞാനം അവനുണ്ട്. ദൈവാത്മാവിനോട് ആലോചന ചോദിച്ചാണ് ദാവീദ് ഈ യുദ്ധങ്ങളെ മുഴുവൻ ചെയ്യുന്നത്. അങ്ങനെ ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. ദാവീദ് കോട്ട പിടിച്ചെടുക്കുക തന്നെയല്ല, ആ കോട്ടയ്ക്ക് ദാവീദിൻ്റെ നഗരമെന്ന് പേരിട്ടു. ദാവീദ് അതിനകത്ത് വസിച്ചു. അതിന് ദാവീദിൻ്റെ നഗരമെന്ന് പേരിട്ടു. അതിന് എന്നിട്ട് മില്ലോ തുടങ്ങി ചുറ്റിലും ഉള്ളിലോട്ടും പണിതുറപ്പിച്ചു. അപ്പോൾ നമ്മളൊരു വ്യക്തി ജീവിതത്തെ സാത്താൻ്റെ അധീനത്തിൽ നിന്ന് അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ചെടുക്കുവാണെങ്കിൽ ആ വ്യക്തിയിൽ എന്ത് ചെയ്യണം? ദൈവം വസിക്കണം. പിന്നെ അവൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം വസിക്കണം. അവൻ്റെ ഇരുട്ട് മാറ്റി സകല അശുദ്ധാത്മാക്കളെയും പുറത്താക്കി അവൻ്റെ അകത്ത് ആര് വസിക്കണം? ദൈവം വസിക്കണം. അതുപോലെ തന്നെ ഒരു വ്യക്തി മാത്രമല്ല, ഒരു പട്ടണത്തെ വിടുവിച്ച് നമ്മളൊരു ദേശത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ആ ദേശത്ത് വാഴുന്ന രാജാക്കന്മാരെ, അതിനകത്ത് ബന്ധിക്കപ്പെട്ട ജീവിതങ്ങളെ രോഗത്താലും കഷ്ടതകളാലും ഒരു പ്രവൃത്തിയും ഒരു നന്മ അനുഭവിക്കാതെ ഉള്ള ആ ബദ്ധന്മാരെ വിടുവിച്ചെടുത്ത് ആ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചെടുത്ത് അവിടെ ദൈവരാജ്യം സ്ഥാപിക്കണം. ഒന്ന് ദിനവൃത്താന്തം 11:6 മുഖം പൊങ്ങും. ദാവീദും കൂട്ടുകാരും കൂടെയുള്ളവരും അവർ എന്ത് ചെയ്തു? യെബൂസ്യരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. ദാവീദ് ഇങ്ങനെ ഒരു വിളംബരം ചെയ്തു, ആരെങ്കിലും യെബൂസ്യരെ ആദ്യം തോൽപ്പിച്ചാൽ അവനെ തലവനും സേനാധിപതിയും ആക്കുമെന്ന്. അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? ഈ യെബൂസ്യരെ തോൽപ്പിച്ചു, അവനെ സേനാധിപതിയാക്കി. അപ്പോൾ ഈ കൂടെയുള്ളവരും കൂടെ യുദ്ധ തൽപരന്മാരും വീരന്മാരുമായിരിക്കണം. നമുക്ക് ഗിദെയോൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം, ദൈവം തിരഞ്ഞെടുത്ത 300 പേരെ കൂട്ടിക്കൊണ്ടാണ് ഗിദെയോൻ യുദ്ധത്തിന് വേണ്ടി പോയത്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്താൽ രാജകീയ അഭിഷേകവും അധികാരവും ശക്തിയും ലഭിച്ചവർക്കും അറിവും ജ്ഞാനവും ആത്മീയമായ വളർച്ച പ്രാപിച്ചവരും മാത്രമാണ് ഒരു വേലയ്ക്ക് ഇടേണ്ടത്. അപ്പോൾ ഒരു ദേശത്തേക്ക് ഒരു വ്യക്തിയെ വേലയ്ക്ക് അയച്ചാൽ അവനാദ്യം ഈ അഭിഷേകത്തിൻ്റെ നിറവ് ഉണ്ടായിരിക്കണം, അറിവ് ജ്ഞാനം ഉണ്ടായിരിക്കണം, ആ ദേശത്ത് വാഴുന്ന ശക്തികളെ ജയിക്കാനുള്ള എല്ലാവിധ അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ തൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഇതുപോലെ യുദ്ധ താല്പര്യമുള്ളവരും പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തിൻ്റെ യുദ്ധങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തരുമായിരിക്കണം ഈ കൂടെ നിൽക്കുന്നവരും. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു വേലയ്ക്ക് ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനം ഇടാൻ കഴിയത്തുള്ളൂ.
ദാവീദ് അവിടെ കോട്ട ഉറപ്പിച്ചു, അവിടെ വസിച്ചു, ആ കോട്ടയെ വിശാലമാക്കി. അതിന് ദാവീദിൻ്റെ നഗരം എന്ന് പേരിട്ട് പോലെ നമ്മളെ ഒരു ദേശത്ത് അയക്കുമ്പോൾ ആ ദേശത്തു നിന്ന് ഇരുട്ടിൻ്റെ ശക്തികളെ മാറ്റി അവിടുത്തെ രാജാക്കന്മാരുടെ മേൽ വാണ് ആ ദേശത്തെ ജനങ്ങളെ സ്വതന്ത്രരാക്കി, അവിടുത്തെ രോഗികളെ സൗഖ്യമാക്കി, അശുദ്ധാത്മാക്കളെ പുറത്താക്കി, അവർക്ക് സമാധാനം കൊടുത്ത് ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കണം, ദൈവവചനം അവരുടെ ഉള്ളിൽ വസിപ്പാൻ തക്കണം, അവരെ എന്ത് ചെയ്യുക, അടിസ്ഥാനമിട്ട് ആ സഭയ്ക്കകത്ത് ഉറപ്പിക്കേണ്ടതിന് അറിവും ജ്ഞാനവും പക്വതയും വളർച്ചയുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുത്തയക്കുന്നത്. അങ്ങനെയല്ല എങ്കിൽ ഒരു അപ്പോസ്തലൻ്റെ കീഴിൽ നിന്നുകൊണ്ട് വേണം ദൈവരാജ്യത്തിൻ്റെ വേല ചെയ്യാൻ. അപ്പോൾ ദൈവം നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വേല ചെയ്യുന്നതിന് വേണ്ടി തരുന്നത് ദൈവം തൻ്റെ ശക്തിയും അധികാരവും ആലോചനയും. അത് തന്നെയല്ല, ആര് നമ്മുടെ കൂടെ പോരും, യുദ്ധവീരനായ ദൈവം എപ്പോഴും നമ്മളോട് കൂടി വരും. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന കൂടാതെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല സ്വന്തം ബുദ്ധിയിൽ. അതിനാണ് കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞ് നമ്മളെ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി എടുത്തുവിട്ട് ഹൃദയത്തിൻ്റെ പരിച്ഛേദന ഉണ്ടാകണം നമുക്ക്. കാരണം ആത്മാവ് പറയുന്നതിനെ അനുസരിക്കാൻ തക്കവണ്ണമുള്ള ഒരു പരിച്ഛേദന നമുക്ക് തന്നിട്ടാണ് ഈ ദൈവ പരിജ്ഞാനത്തിലേക്കും ദൈവിക അനുസരണത്തിലേക്കും നമ്മളെ നയിക്കുന്നത്. നമുക്ക് ആവർത്തന പുസ്തകം 9:1 തൊട്ടുള്ള ചില വാക്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ എങ്ങനെയാണ് ദൈവം യുദ്ധങ്ങളെ ചെയ്ത് ഇസ്രായേൽ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. അത് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇസ്രായേലെ കേൾക്കുക, നീ യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാക്യരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാക്യരുടെ മുമ്പാകെ നിൽക്കാവുന്നവൻ ആർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് ഇന്ന് നീ അറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിൻ്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു ദേശത്തേക്ക് വിടുമ്പോൾ നമ്മൾ മാനുഷികമായി നോക്കുമ്പോൾ, ഫിസിക്കലി നോക്കുമ്പോൾ നമ്മളെക്കാൾ ബലവും വലിപ്പമുള്ള പട്ടണവും ബലമുള്ള ജാതികൾ, ശക്തിയേറിയവർ, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ആരെ അയക്കുന്നത്, നമ്മളെ അയക്കുന്നത്. അപ്പോൾ നമ്മുടെ സാമാന്യ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ നമ്മുടെ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ധനത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും ആ പട്ടണത്തെ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. ആര് നമുക്ക് മുമ്പടെയായി പോകും? യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി. അതുകൊണ്ടാണ് ഒരു അഗ്നിയുടെ അഭിഷേകം പ്രാപിച്ച, ഒരു തീയുടെ അഭിഷേകമുള്ള വ്യക്തിയായിട്ട് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് നമുക്ക് മുമ്പടെയായി പോയിട്ട് ആരാണ് യുദ്ധം ചെയ്യുന്നത്? ദൈവം യുദ്ധം ചെയ്യും. അങ്ങനെയാണ് ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തത് എന്ന് പറഞ്ഞ പോലെ ഒരു ദേശത്തെ ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അടിസ്ഥാനമിട്ട് ദൈവത്തിൻ്റെ ആലോചനയാൽ നമ്മളെ അയക്കുമ്പോൾ നമ്മളല്ല അവിടെ യുദ്ധം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സർവായുധവർഗം നമ്മൾ ധരിക്കുന്നു. ദൈവാത്മാവ് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്തെടുക്കുന്നു. നമ്മളും നമ്മുടെ കൂടെ നിൽക്കുന്നവരും അതുപോലെ ശ്രദ്ധയോടെ യുദ്ധം ചെയ്ത് ജ്ഞാനത്തോടെ ആ ദേശത്തിൻ്റെ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ആ അടിസ്ഥാനമിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവാത്മാവിൻ്റെ ഉപദേശവും ദൈവത്തിൻ്റേതായിട്ടുള്ള ആലോചനയും വചനങ്ങളും കേട്ട് ദൈവം പറയുന്നത് പോലെ കേട്ട് അനുസരിച്ച് ചെയ്തെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ഒരു ദേശത്ത് ചെയ്ത് അവിടെ സഭ വളരുവാനിടയാകത്തുള്ളൂ. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവുണ്ടോ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഏത് സമയത്തും കർത്താവ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണം, പോകണം എന്ന് പറഞ്ഞാൽ പോകണം, ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇരിക്കണം. എത്ര ദിവസം അടുത്ത സ്റ്റെപ്പിന് വേണ്ടി എത്ര നാൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കണം. അതുപോലെയുള്ള അറിവും ജ്ഞാനവും അനുസരണവും സൗമ്യതയും നമ്മൾ പ്രാപിച്ചിട്ട് മാത്രമേ ഒരു ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു ദേശത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ സർവാധിവർഗം, ദൈവാത്മാവും നമുക്ക് മുമ്പടെയായി പോകണം. അല്ല, നമ്മളാലല്ല, നമ്മൾ അവൻ്റെ കയ്യിലിണങ്ങിയ ഒരു ആയുധമായിട്ട് മാത്രം. നമ്മൾ ചെയ്യേണ്ടത് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും ദൈവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ദൈവം തൻ്റെ പ്രവൃത്തികളെ ദേശത്ത് ചെയ്തെടുക്കും. അങ്ങനെ ദേശത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ദൈവം ശുദ്ധീകരിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടമായ നീതിയും ന്യായവുമുള്ള ഒരു സിംഹാസനം അവിടെ ഉണ്ടാക്കുകയും അതും മുഖാന്തരം ആ ദേശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുകയും ചെയ്യുവാനിടയാകും. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വേല
വേലയ്ക്ക് വേണ്ടി കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തതും ഇന്ന് നമ്മൾക്കും തരുന്നത് ഇതേ അധികാരവും ഇതേ ശക്തിയുമാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ മക്കളെ, നമുക്ക് എന്താണ് പ്രാപിക്കേണ്ടത്? ദൈവത്തിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യേണ്ടതിന് നമ്മൾ കർത്താവിനോട് ചോദിക്കേണ്ടത് നമുക്ക് എന്ത് വേണം? ശക്തിയും അധികാരവും ദൈവാത്മാവിൻ്റെ അഭിഷേകവും, അതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് ഏത് നേരത്തും പ്രാർത്ഥനയിലും ആത്മാവിൻ്റെ പ്രാർത്ഥനയിലും സകലവിധ പ്രാർത്ഥനയിലും പക്ഷപാതം ചെയ്തും ദേശത്തിൻ്റെ കാവൽക്കാരാക്കി തീരുവാൻ തക്കോണം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.